ഇത് സാഹിബിൻ്റെ കാട്ടിൽ മുഹമ്മദ് അലി, മദ്രസാധ്യാപകനായ മൊയ്തീൻ കുട്ടി ഉസ്താദിൻ്റെ മകൻ. പയ്യോളി തീരദേശത്താണു വീട്. 3 കുട്ടികളുടെ ബാപ്പയായ മുഹമ്മദ് അലി ഭിന്നശേഷിക്കാരിയായ ഫൗസിയയാണ് വിവാഹം കഴിച്ചത്. ശാരീരിക പരിമിതിയും കാഴ്ചാ പരിമിതിയും തമ്മിലൊരു നിക്കാഹ്. 3 മക്കളിൽ 2 പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞു. 3-മൻ ജോലി ചെയ്യുന്നു. മുഹമ്മദ് അലി ജോലി ചെയ്യുന്ന പള്ളിയിലെയും താമസിക്കുന്ന മഹല്ലിലെയും പള്ളി കമ്മിറ്റിക്കാരുടെയും സുമനസ്സുകളുടെയും സഹായത്താലെയാണ് സ്വന്തമായൊരു വീട് പണി കഴിപ്പിച്ചതും മക്കളെ വിവാഹം കഴിപ്പിച്ചതും. കടലിരമ്പലുകളുടെ ശബ്ദം കേൾക്കാൻ പാകത്തിൽ തൻ്റെ വീടും കടലുമായി മീറ്ററുകളുടെ അകലം മാത്രമായിരുന്നിട്ടും അസ്തമയ സൂര്യൻ്റെ ശോണിമ തനിമയോടെ കാണാൻ മുഹമ്മദ് അലിക്ക് ജീവിതത്തിൽ കഴിയില്ല. കാഴ്ചയുടെ ശക്തി ജന്മനാലുണ്ട്. പക്ഷെ അത് അറിയാവുന്ന സ്കൂൾ മദ്രസയിലൊക്കെ ചേർന്നപ്പോഴാണ് അത് അറിഞ്ഞത്. ബോർഡിൽ എഴുതിയത് കാണാതായപ്പോ അപ്പോഴാണ് കാഴ്ച ഇല്ല എന്നുള്ളത് ശരിക്കും അതിന്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞതും. അന്ന് ചികിത്സ കുറെ മെഡിക്കൽ കോളേജിലും അന്നത്തെ രീതിയിലുള്ള ചികിത്സകൾ കുറെ അന്ന് ചെയ്തു നോക്കിയതും. പക്ഷെ അത് ജന്മന ഈ നരമ്പിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു ഡോക്ടർ ചെക്കിങ്ങെല്ലാം കഴിഞ്ഞപ്പോ. അങ്ങനെ അത് പ്രയാസാണെന്ന് പറഞ്ഞു. പിന്നീട് പിന്നെ മധുരയിലൊക്കെ പോയി. 21-ാമത്തെ വയസ്സിന് മധുരയിൽ പോയി. അവിടുന്ന് ഒരു പറഞ്ഞു ദൈവത്തിനോട് പറയാൻ. പക്ഷെ ഇപ്പോഴേ കുറെ അന്നത്തേക്കാളും കുറെ കാഴ്ച ഇപ്പൊ അന്ന് ഒരു 25% ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ആകെ 5% ഉണ്ട്. 5% എന്ന് പറഞ്ഞാല് വളരെ ഒരു ചെറിയൊരു മങ്ങിയ രീതിയിൽ ഞങ്ങളെയൊക്കെ ഒരു നേലായിട്ട് കാണും. അത് രോഗം തിരിച്ചറിഞ്ഞു ചികിത്സ തുടങ്ങാൻ കാലം വൈകിപ്പോയി. 25% കാഴ്ചാശക്തിയുള്ള കുട്ടിക്കാലം ഭാവിയിൽ കാഴ്ച കുറഞ്ഞുകൊണ്ടേയിരിക്കുവാനാണ് സാധ്യതയെന്നും കാഴ്ചക്കുള്ള ചികിത്സ പ്രാർത്ഥന മാത്രമാണെന്നും ഡോക്ടർ വിധിയെഴുതിയപ്പോൾ ജീവിത സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റു. പരിമിതമായ കാഴ്ചയിലൂടെ കാലം സഞ്ചരിച്ചു കൊണ്ടിരിക്കെ നഷ്ടക്കാഴ്ചയിൽ വിദ്യാഭ്യാസവും പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അക്കാലം ബാപ്പ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ പയ്യോളി കടലോരത്തെ കടപ്പുറത്തെ പള്ളിയിലെ മുഅദ്ദിനായി ജോലി ചെയ്യുകയായിരുന്നു. ബാപ്പയെ സഹായിക്കാനെന്നോണം ബാപ്പയുടെ കയ്യും പിടിച്ച് മുഹമ്മദ് അലി കടപ്പുറത്തെ പള്ളിയിൽ 5 നേരവും പ്രാർത്ഥനക്കായി വന്നു. അതിനിടയിൽ പ്രായമായ ബാപ്പയെ പടച്ചോൻ തിരിച്ചു വിളിച്ചു. ഇപ്പോൾ മുഹമ്മദ് അലിക്ക് പ്രായം 53ആയി. കഴിഞ്ഞ 35 വർഷക്കാലമായി ബാപ്പ ജോലി ചെയ്തിരുന്ന കടപ്പുറത്തെ പള്ളിയിൽ മുഹമ്മദ് അലി ജോലി തുടരുന്നു. ഇപ്പോൾ കാഴ്ചയുടെ ശക്തി കുറഞ്ഞു 5% താഴെ എത്തിയിരിക്കുന്നു. 35 വർഷമായിട്ട് നമ്മുടെ പള്ളിയിൽ മോദീനായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് മുഹമ്മദ് അലിക്ക. കാഴ്ച പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ പള്ളിയുടെ എല്ലാ ഭാഗവും എല്ലാ സംഗതികളും മുഹമ്മദ് അലിക്ക തിരിച്ചറിയും. അത് ഈ പള്ളിയിലേക്ക് വരുന്ന ഓരോ ആളെയും ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ എല്ലാ ഒരു കാഴ്ച ഉള്ള ആളെ പോലെ തന്നെ മുഹമ്മദ് അലിക്ക ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ദിവസം ബാങ്ക് മുഹമ്മദ് അലിഖാന്റെ ഈ പ്രദേശത്ത് കേട്ടിട്ടില്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള എല്ലാ മതസ്ഥരും ചോദിക്കും, ഇതെന്താ മുഹമ്മദ് അലിഖാക്ക് പറ്റിയത്, ഇന്ന് കാണുന്നില്ലല്ലോ എന്നുള്ളത്. എന്നിട്ടും പള്ളി പരിപാലനവും മുഅദ്ദിൻ ജോലിയും മുഹമ്മദ് അലി ഒരു മുടക്കവുമില്ലാതെ തുടരുന്നു. 10 മിനിറ്റോളം നടക്കാൻ ദൂരത്തിലാണ് പള്ളിയും മുഹമ്മദ് അലിയുടെ വീടുമായുള്ള അകലം. 35 വർഷക്കാലമായി നടന്നു പോകുന്ന വഴി ആയതിനാൽ ഉൾക്കാഴ്ചയിൽ പരസഹായമില്ലാതെ സുബഹി ബാങ്കിന് മുമ്പേ മുഹമ്മദ് അലി പള്ളിയിലെത്തും. വർഷക്കാലത്തെ പെരുമഴയിൽ പോലും മുഹമ്മദ് അലി പള്ളിയിലെ ബാങ്ക് വിളി മുടക്കിയിട്ടില്ല. ഒരിക്കൽ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ നിർമ്മിച്ച കുഴി കാണാതെ മുഹമ്മദ് അലി കുഴിയിൽ വീണു പരിക്കുകൾ പറ്റി ചികിത്സ തേടേണ്ടി വന്നു. ആരോഗ്യ പ്രശ്നമുള്ള സാഹചര്യങ്ങളിൽ മുഹമ്മദ് അലിയുടെ സുബഹി ബാങ്ക് കേൾക്കാതെ പോയാൽ പള്ളി പരിസരത്തെ സഹോദര മതക്കാർ പോലും മുഹമ്മദ് അലിയെ കുറിച്ച് അന്വേഷിക്കും. കാലങ്ങളോളമായി പയ്യോളിയിലെ കടലും കരയും കടപ്പുറത്തെ പള്ളിയിലെ മുഹമ്മദ് അലിയുടെ ബാങ്ക് കേട്ടാണ് ഉണരാറുള്ളത്. പള്ളി ജനാലയിലൂടെ കയറി വരുന്ന കടൽക്കാറ്റിന്റെ മർമ്മരവും തിരമാലകളുടെ ഇരുമ്പലും കേട്ട് ഇരുൾ മൂടിയ കണ്ണുമായി മുഹമ്മദ് അലി ജനാലക്കരികെ നിൽക്കുന്ന കാഴ്ച
കാഴ്ചയുള്ളവരെ വേദനിപ്പിക്കുന്ന ചിത്രമാണ്. ഇത്രയും മനോഹരമായൊരു പ്രകൃതിയെ കാണാതെ അന്ധത ബാധിച്ചു വർണ്ണങ്ങൾ നഷ്ടമായ എത്രയോ മനുഷ്യരിൽ ഒരുവനായി മുഹമ്മദ് അലിയും. കാഴ്ച നഷ്ടപ്പെട്ടിട്ടും പള്ളിയെ പരിപാലിച്ച് 5 നേരം സുജൂദ് ചെയ്തു ജീവിക്കാനുള്ള അവസരം നൽകിയ പടച്ചവനോടുള്ള നന്ദി മനസ്സറിഞ്ഞു പറയുകയാണ് മുഹമ്മദ് അലി. പള്ളിയിൽ ജോലി ചെയ്ത് കിട്ടുന്ന പരിമിതമായ ശമ്പളത്തിൽ ഒതുങ്ങി ജീവിക്കുന്ന മുഹമ്മദ് അലിക്ക് കാരുണ്യത്തിൻ്റെ കാഴ്ചയുള്ളവർ ഒരുപാട് കനിവേകി നൽകിയിട്ടുണ്ട്. അവരോടുള്ള നന്ദി മുഹമ്മദ് അലിയുടെ വാക്കുകളിൽ ഇടയ്ക്കിടെ കയറി വരാറുണ്ട്. എന്റെ മക്കളെ കല്യാണമൊക്കെ ചെറിയൊരു വീടുണ്ടാക്കി അതുപോലെ ഇവിടുത്തെ നിവാസികൾ സഹകരിച്ചു. പിന്നെ പ്രവാസികളും ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും ഇവിടുത്തെ ചാരിറ്റി പ്രവർത്തകരും അങ്ങനെ 2 കുട്ടികളുടെ കല്യാണം കഴിഞ്ഞത് അങ്ങനെ തന്നെ. അതെ അതെ. പെൺകുട്ടികളെ അതൊക്കെ അൽഹംദുലില്ലാ റാത്തായിട്ട് തന്നെ അത് വളരെ സന്തോഷമുണ്ട്. കൃത്യസമയത്ത് ബാങ്ക് കൊടുക്കുകയും ഇവിടുത്തെ പള്ളി പരിപാലനവും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മഹദിനാണ്. മൂപ്പറാണ് ഈ പള്ളിയുടെ ഒരു അഭിമാനം. ഞങ്ങളോട് സംസാരിച്ചിരിക്കെ മുഹമ്മദ് അലി എങ്ങനെയോ സന്ധ്യയെ തിരിച്ചറിഞ്ഞു. നീലുകൾ നീണ്ടു മങ്ങിത്തുടങ്ങിയിരുന്നു. ചുവന്നു തൊടുത്ത അസ്തമയ സൂര്യൻ കടലിനാഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഒരു പകൽ വെളിച്ചത്തിന് മുഹമ്മദ് അലിയുടെ ബാങ്കുലിയാലെ തിരശ്ശീല വീണു.